ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉലൂമുദ്ദീൻ 2ാം ക്ലാസ് ഉലൂമുദ്ദീന് പാഠബുക്ക് നിങ്ങൾക്ക് എക്സാം അടുത്തു വരുന്നുണ്ട്. അപ്പോൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്, ഉലൂമുദ്ദീനിൻ്റെയും തജ്വീദുൽ ഖുർആനിൻ്റെയും. അപ്പോൾ അത് ക്ലാസ് ടെസ്റ്റായിട്ട് ഒരു സ്കൂളിൽ നടത്തിയതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് സിലബസ് പ്രകാരം സെപ്റ്റംബർ വരെ എടുക്കേണ്ട പാഠം ഉലൂമുദ്ദീനിൽ വരുന്നത് 12ാമത്തെ പാഠഭാഗം വരെയാണ്. 12ാമത്തെ പാഠഭാഗം വരെയാണ് ഉലൂമുദ്ദീനിൽ എടുക്കേണ്ടത് വരുന്നത്, സെപ്റ്റംബർ വരെ. അപ്പോൾ ആ പാഠം വരെയുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരിക. തജ്വീദുൽ ഖുർആൻ സൂറത്തുൽ ലൈൽ വരെയാണ് തജ്വീദുൽ ഖുർആനിൽ സിലബസ് പ്രകാരം സെപ്റ്റംബർ വരെ ഉള്ളത്. പിന്നെ പാഠാക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ, നാസ്, ഫലക്ക്, ഇഖ്ലാസ്, സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ. ഇത്രയും സൂറത്തുകളാണ് മനപ്പാടാക്കാനുള്ളത്, ഹിഫ്ലിന് വരിക. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക. പിന്നെ കിതാബത്ത് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ടാവും. അത് നിങ്ങളെ ഉലൂമുദ്ദീനിൽ നിന്നുള്ള അറബിയും അറബി മലയാളവും എഴുത്തും വായനയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമാണ് കിതാബത്ത്, ഒരു എക്സാമാണ്. അപ്പം അതിൽ അറബി മലയാള അക്ഷരങ്ങൾ, പദങ്ങൾ, വാചകങ്ങൾ എന്നിവ കൊണ്ടും പദങ്ങൾ നിർമ്മിക്കാനൊക്കെ ഉണ്ടാവും കിതാബത്ത് എക്സാമിന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ചോദ്യ പേപ്പർ PDF ആണ്, ഫോട്ടോ ആയിട്ട് എനിക്ക് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, പ്രിൻ്റ് എടുക്കാൻ. അപ്പോൾ ഞാൻ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് എൻ്റെ വോയിസ് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 1ാമത്തെ പാഠം റബ്ബുനല്ലാ എന്ന പാഠം. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മെ പടച്ചവനാര്, അന്നം തന്നവനാര് എന്നൊക്കെ ചോദ്യം കേട്ടാൽ നമുക്ക് ആൻസർ എഴുതാൻ കഴിയണം. അള്ളാഹു ആണ് നമ്മെ പടച്ചത്. നമ്മുടെ റബ്ബാര് അള്ളാഹു ആണ്. നമ്മെ പടച്ചതാര്? അള്ളാഹു ആണ്. എല്ലാം കേൾക്കുന്നവനാര്? അള്ളാഹു ആണ്. എല്ലാം കാണുന്നവനാര്? അള്ളാഹു ആണ്. എല്ലാം അറിയുന്നവനാര്? അള്ളാഹു. അങ്ങനെ ചോദ്യം വന്നാലേ നമുക്ക് എഴുതാൻ കഴിയണം. സർവശക്തനാണ് ആര്? അള്ളാഹു. അപ്പോൾ ഇതിൽ കരുണ ചൊരിഞ്ഞിടും അള്ളാഹു. സ്വർഗം തരും ആര്? സ്വർഗം തരുന്നത് അള്ളാഹു ആണ്. അപ്പോൾ അത് അങ്ങനെ വരുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക ഇതിൽ നിന്ന്. പിന്നെ അള്ളാഹുവിനെ കുറിച്ചിട്ട് 5 കാര്യങ്ങൾ എഴുതാൻ ചോദ്യം വരും. അപ്പോൾ അള്ളാഹു ആണ് നമ്മെ പടച്ചത്, അള്ളാഹു എല്ലാം കേൾക്കും, അള്ളാഹു എല്ലാം അറിയും, അള്ളാഹു ഏക ഇലാഹാണ്, ഏറെ മഹാനാണ്, എല്ലാം കാണും. അങ്ങനെ 5 കാര്യം നമുക്ക് എഴുതാൻ കഴിയണം. പിന്നെ ഇതിൻ്റെ ദഫ്തർ തോലിബിൽ വന്നിട്ടുണ്ട് മുൻഷിദുൽ ജുമുല. അതിൽ നമ്മുടെ എന്നത് വെച്ചിട്ട് നമുക്കൊരു വാചകം എഴുതണം. എന്താണ്? നമ്മുടെ റബ്ബാണ് അള്ളാഹു. ഇനി അതന്നെ എഴുതണം എന്നില്ല. നമ്മുടെ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മുടെ ഒരു പദം വരുന്നൊരു വാക്യം നിർമ്മിച്ചാൽ മതി, നമ്മുടെ എന്ന് വരുന്ന. അപ്പോൾ അത് മനസ്സിലാക്കി പഠിപ്പിച്ച് കൊടുക്കുക കുട്ടികൾക്ക്. എന്താണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എന്ന് വന്നാൽ അതുപോലെ എഴുതണം. അതുപോലെ അതിൽ വന്ന ഏറെ. പിന്നെ ഇതിൽ നിന്ന് പഠിക്കേണ്ട വാക്കാണ് എന്ത്? സ്വർഗം എന്നത് എഴുതാൻ പഠിക്കണം. സ്വർഗം എന്ന് 3 രീതിയിൽ കിതാബത്തെ എക്സാമിന് തരും. സ്വർഗം എന്ന് ഇവിടെ കാഫിൻ്റെ വ്യത്യാസമാണ് വരിക. 3 രീതിയിൽ തന്നിട്ട് ചില വാവ് തരൂല. അങ്ങനെയൊക്കെ തന്നാൽ നമുക്ക് ശരിയായ സ്വർഗം ഏതാന്ന് ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് എടുത്ത് എഴുതാൻ വരും വിട്ട ഭാഗത്തേക്ക്. അപ്പോൾ സ്വർഗം എങ്ങനെയാണെന്നുള്ളത് മക്കൾക്ക് നന്നായിട്ട് എഴുതി പഠിപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥന, അതുപോലെ പ്രാർത്ഥന തായും ഹായും കൂടി വരുമ്പോഴുള്ള വ്യത്യാസം അത് മനസ്സിലാക്കി കൊടുക്കുക. പ്രാർത്ഥന. അപ്പം അങ്ങനെയുള്ള പദങ്ങളാണ് വരിക, മനസ്സിലാക്കുക. പിന്നെ 2ാമത്തെ പാഠമായ അൽ മൽബാരിയ എന്നുള്ളതിൽ നിന്ന് അക്ഷരങ്ങൾ വരും. എന്നിട്ട് നമ്മളതിന്ന് പദങ്ങൾ ഉണ്ടാക്കണം. പാ തന്നാൽ പഴം, താ തന്നാൽ തല, ആ തന്ന ആന, ഈ ഇല. അങ്ങനെ ഏതാക്ഷരം വരാമെന്നറിയില്ല നമുക്കപ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ വാചകം എഴുതി പഠിച്ച് മനസ്സിലാക്കി വെക്കുക.
അത് ഏതക്ഷരവും വരാം. ണ വന്നാൽ അരണ, ള വന്ന വള. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. ഒരുപാട് പറയുന്നില്ല. അപ്പോൾ ഈ പാഠത്തുനിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. മൂന്നാമത്തെ പാഠത്തു നിന്ന് എന്താ വരുന്നത്? ഏറെ പ്രതിഫലമുള്ളതാണ്. എന്താണ്? ആദ്യ സമയത്ത് നിസ്കരിക്കൽ ഏറെ പ്രതിഫലമുള്ളതാണ്. അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് എന്ത്? അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. നിസ്കരിക്കാൻ എവിടേക്ക് പോവലാണ് ഏറ്റവും ശ്രേഷ്ഠത? മസ്ജിദിലേക്ക് പോവലാണ്. ചോദ്യം വരാം. മസ്ജിദിലേക്കാണ് നിസ്കരിക്കാൻ പോവേണ്ടത്. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. എവിടേക്ക് പോകുമ്പോഴാണ്? മസ്ജിദിലേക്ക്. സ്വർഗത്തിന്റെ താക്കോലാണെന്ത്? നിസ്കാരം. സ്വർഗത്തിന്റെ താക്കോല് നിസ്കാരം. മിഫ്താഹുൽ ഡാഷ് സ്വലാത്ത് തരും. അപ്പം നമ്മൾ ജന്നത്ത് എഴുതണം. അല്ലെ മിഫ്താഹുൽ ജന്നത്ത് തരും, സ്വലാത്ത് വിട്ട ഭാഗം തരും. അപ്പം നമുക്ക് എഴുതാൻ കഴിയണം. ഇതിൻ്റെ അർത്ഥം എഴുതാൻ വരും. സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം മുഴുവനായിട്ട് വരും. അപ്പം അതൊക്കെ ആ രീതിയിൽ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കാം. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്കാണ്. അദാൻ. നാലാമത്തെ പാഠം ഖലീഫത്തുള്ള. അല്ലാഹു തആല കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ആരെയാണ് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചത്? ആദം നബി അലൈഹി ഇസ്ലാമിനെ. അത് തിരിച്ചും ചോദിക്കാം. ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്തിൽ നിന്ന്? കളിമണ്ണിൽ നിന്ന്. മനസ്സിലാക്കാം. ഏത് വസ്തു കൊണ്ടാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? ഏത് വസ്തു കൊണ്ടാണ്? തീ കൊണ്ടാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്ന് വെച്ചാൽ കളിമണ്ണ്. ഇബ്ലീസിനെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. ആരാണ് മനുഷ്യരുടെ പിതാവ്? ആദം നബി അലൈഹിസ്സലാം. മനുഷ്യരുടെ പിതാവാണ് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ആരോടാണ് കൽപ്പിച്ചത്? മലക്കുകളോടാണ് കൽപ്പിച്ചത്. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്തില്ല. കാരണം എന്താണ്? അവൻ അഹങ്കരിച്ചു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. എന്തായിരുന്നു അഹങ്കാരത്തിന്റെ കാരണം? എന്താണ് ഇബ്ലീസ് അഹങ്കരിക്കാൻ കാരണം എന്തായിരുന്നു? ചോദ്യം വരും. എന്താണ്? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിന് ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണം എന്തെന്ന് വെച്ചാല് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച് ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയാരെ? അഹങ്കാരിയായ ഇബ്ലീസിനെ അല്ലാഹു തആല ശപിച്ചു. ഇബ്ലീസിനെ അല്ലാഹു തആല ഡാഷ് ശപിച്ചു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആരെ? അങ്ങനൊക്കെ ചോദ്യം വരാം. ആരെയാണ്? ഇബ്ലീസിനെയാണ് ശപിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് ഇണയായി സ്വർഗത്തിൽ ആരെയാണ് സൃഷ്ടിച്ചത്? ഹവ്വാ ബീവിയെ. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇണയുടെ പേരെന്തെന്ന് വരും? ആരാണ്? ഹവ്വാ ബീവിയാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇണയുടെ പേര്. ഈണ എന്ന് പറഞ്ഞാൽ ഭാര്യ. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ ആരെന്നും ചോദ്യം വരാം. അപ്പോൾ ഹവ്വാ ബീവിയാണ്. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. ആരുടെ മക്കളാണ്? ആദം അലൈഹി ഇസ്ലാമിൻ്റെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ് മനുഷ്യരെല്ലാം അവരുടെ ഡാഷ് വരും മക്കളാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. അബുൽ ബഷർ. ആരാണ് അബുൽ ബഷർ? മനുഷ്യരുടെ പിതാവ് ആര്? അബുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പിതാവ് ആര്? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. മനുഷ്യരുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാം. മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാം. മനസ്സിലാക്കുക. ഹവ്വാ ബീവി ആരാന്ന് ചോദിച്ചാലോ? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ. അടുത്ത നമുക്ക് അഞ്ചാമത്തെ പാഠം നോക്കാം. എന്താണ്? അന മുസ്ലിം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നാം ആരാണ്?
ഞാൻ മുസ്ലിമാണ്. എൻ്റെ മതം ഡേഷാണ്. എൻ്റെ മതം ഇസ്ലാമാണ്. മനസ്സിലാക്കുക, എൻ്റെ മതം ഇസ്ലാമാണ്. അല്ലാഹു തആലയാണ് എൻ്റെ ഇലാഹ്. ആരാണ് നിന്റെ ഇലാഹ്? അല്ലാഹു തആല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ ദൂതനാണ്. അല്ലാഹുവിൻ്റെ ദൂതരാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരെയൊക്കെ ബഹുമാനിക്കണം? മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കണം. ആരെയെല്ലാം അനുസരിക്കണം? മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരിക്കണം. പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ആദരിക്കും. ആരെയൊക്കെ ആദരിക്കണം? പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ആദരിക്കും. ഞാൻ മുസ്ലിമാണ്. പിന്നെന്താണ്? ജീവജാലങ്ങളോട് കരുണയുള്ളവരായിരിക്കണം. ആരോടൊക്കെ കരുണ കാണിക്കണം? നമുക്ക് ജീവജാലങ്ങളോട് കരുണ കാണിക്കണം. വിട്ട ഭാഗം പൂരിപ്പിക്കാനും വരാം. ജീവജാലങ്ങളോട് ഡാഷ് എന്താണ്? കരുണയുള്ളവരായിരിക്കണം. പിന്നെന്താണ്? പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കണം. നിന്റെ രാജ്യം ഏതാന്ന് ചോദ്യം വരും. എൻ്റെ രാജ്യം ഇന്ത്യ. ഇന്ത്യ എന്ന് എഴുതണം. പിന്നെന്താണ്? അനീതിയും ഡാഷും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് വന്നാൽ അവിടെ എന്ത് എഴുതാ? അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. മനസ്സിലാക്കുക. പിന്നെന്താണ്? ഞാൻ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കും. വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ഇങ്ങനെ കൂടുതലും വരിക. അപ്പോൾ നമുക്കത് വായിച്ച ഓർമ്മ ഉണ്ടാകുമ്പോഴേ നമുക്കത് എഴുതാൻ കഴിയുള്ളൂ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏത് എന്ന് ചോദിക്കും. ഇസ്ലാമാണ്. അള്ളാഹു താലയുടെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. അപ്പോൾ ചോദ്യപേപ്പറിൽ വന്ന ഒരു ഫസ്റ്റ് ടിക്ക് ചെയ്യാനുള്ള ഭാഗം നമുക്ക് ഇവിടെ ഒന്ന് വായിക്കാം. എന്താണ്? നമ്മെ പടച്ചവൻ ആരെന്നാണ്? അള്ളാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മലക്ക്. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മെ പടച്ചവൻ അള്ളാഹു എന്നത് ടിക്ക് ചെയ്യണം. പിന്നെന്താണ്? മാതാപിതാക്കളെ അനുസരിക്കും. ആരാ മാതാപിതാക്കളെ അനുസരിക്കുക? ചീത്ത കുട്ടികൾ, നല്ല കുട്ടികൾ, മടിയന്മാർ. അപ്പം എന്ത് ചെയ്താ? നല്ല കുട്ടികളാണ് മാതാപിതാക്കളെ അനുസരിക്കുക. ആരാണ് മനുഷ്യരുടെ പിതാവ് എന്ന് ചോദ്യം വന്നു. ആരാണ്? മലക്കുകൾ, ഹവ്വാ ബീവി, ആദം നബി അലൈഹിസ്സലാം. ഇങ്ങനെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ആണല്ലേ, നമ്മൾ പഠിച്ചില്ല. ഓക്കെ. സ്വർഗത്തിൻ്റെ താക്കോലാണ് എന്താണ്? നോമ്പ്, നിസ്കാരം, ഹജ്ജ്. എന്താണ് സ്വർഗത്തിൻ്റെ താക്കോല്? നിസ്കാരം. അടുത്തത്, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്തിൽ നിന്നാണ്? കല്ലിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്. എന്താണ്? കളിമണ്ണിൽ നിന്നുള്ളത് നമുക്ക് ശരിയടയാളപ്പെടുത്താലേ. അപ്പോൾ അത്രയാണ് ടിക്ക് ചെയ്യാനുള്ള ഭാഗം വന്നത്. അപ്പോൾ ഇതൊരു ക്ലാസ് ടെസ്റ്റിൻ്റെ 1 മുതൽ 5 വരെയുള്ള പാഠത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇതുവരെ പഠിച്ച 5 പാഠത്തിൻ്റെതാണ്. പിന്നെ ചേരുമ്പടി ചേർക്കാനാണ് വന്നത്. എന്താണ്? ങ എന്ന അക്ഷരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാങ്ങ എന്നത് മാച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അക്ഷരമായ സി നമുക്ക് അവിടെ കൊണ്ട് എഴുതി കൊടുക്കാം. അടുത്തതാ ഡ വന്നിട്ടുണ്ട്. ഡ എന്നുള്ളതിൻ്റെ കടൽ എന്നുള്ള ഡ വന്ന പദം വന്നതുണ്ട്. അപ്പോൾ ഡ എന്നത് ചേർത്ത് എഴുതുമ്പോൾ ഡ എങ്ങനെ എഴുതാന്നുള്ളത് മനസ്സിലാക്കിയാലാണ് നമുക്ക് അവിടെ ഡ ഉള്ളത് വേർഡ്സ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാ പ വന്നിട്ട് എന്താണ്? പന ഉണ്ട്. അപ്പോൾ അതിൻ്റെ എ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അതിൻ്റെ നേരെയുള്ള ലെറ്റർ കൊണ്ടുവന്നിട്ട് എഴുതുക. അടുത്ത മരം. അപ്പം അതിൻ്റെ ബി നമുക്ക് എഴുതി കൊടുക്കാം. അപ്പം അത്രയാണ് അത് അവിടെ വന്നത്. പിന്നെ പൂരിപ്പിക്കാനാണ്. എന്താണ്? നമ്മുടെ റബ്ബാണ് ആരെന്ന്. ആരാണ്? അള്ളാഹു അല്ലേ, നമ്മൾ പറഞ്ഞതാണ് ഇതുവരെ. അടുത്തത് ഡേഷ് വാരിധി അള്ളാഹു. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നു. ഡേഷ് വാരിധി ആരാണ്? കരുണാവാരിധി അള്ളാഹു. പിന്നെ എല്ലാം ഡാഷ് അള്ളാഹു. എന്താണ്? എല്ലാം കാണും അള്ളാഹു, എല്ലാം അറിയും അള്ളാഹു. നമുക്കവിടെ എന്ത് വേണമെങ്കിലും എഴുതാം. മനസ്സിലാക്കുക. അടുത്തത് സ്വർഗം തന്നിടണേ അല്ലാ.
സ്വർഗം തന്നിടണേ അല്ലാ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ വേണ്ടത് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ആ രീതിയിൽ പഠിക്കാം. അടുത്ത ഇനി ഉത്തരം ഏതാണ്? എന്താണ്? അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കാര്യം ഏത്? അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കാര്യമാണ് നിസ്കാരത്തെക്കുറിച്ച്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് ആദം നബി അലൈഹിസ്സലാം. അപ്പം നമുക്കത് എഴുതി കൊടുക്കാം. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആദം നബി അലൈഹിസ്സലാമാണ്. അടുത്തതാ, ഏത് വസ്തു കൊണ്ടാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? ഏത് വസ്തു കൊണ്ടാണ്? തീ കൊണ്ടാണ്. തീ കൊണ്ടാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്. അടുത്തത്, നമ്മുടെ രാജ്യം ഏത് എന്നാണ്? നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയാണ് ഈ 5 പാഠത്തു നിന്ന് വന്ന ഒരു മോഡൽ ചോദ്യത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരിക. അപ്പോൾ എല്ലാവരും പാഠഭാഗത്തിൻ്റെ തദ്രിബാത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കാം. ഞാൻ മുസ്ലിം എന്ന പാഠത്തിൽ കുറേ വേർഡ്സുകൾ പഠിക്കാനുണ്ട്. ആരാധിക്കുക, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് തെറ്റിച്ച് തന്നാൽ ഏതാണ് ശരിയായത് എന്ന് കിതാബത്തെ എക്സാമിന് എഴുതാൻ കഴിയണം. അത് ഗുരുനാഥന്മാർ, ബഹുമാനിക്കുക, അതുപോലെ പണ്ഡിതന്മാർ മനസ്സിലാക്കുക, വിശ്വസിക്കുന്നു, അങ്ങനെയുള്ള പദങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. അത് അംഗീകരിക്കുകയില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി മുൻഷിദുൽ ജുമുല ഉണ്ടാക്കാൻ വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കുന്നു. അങ്ങനെ ആ പദത്തോട് യോജിക്കുന്ന ഏത് രീതിയിലാണെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. സ്നേഹിക്കുക, ഞാൻ ഉമ്മയെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയാൽ മതി. പിന്നെ ബഹുമാനിക്കുന്നു, ഞാൻ ഉപ്പയെ ബഹുമാനിക്കും, ഞാൻ ഉസ്താദിനെ ബഹുമാനിക്കും. അപ്പം അങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. പുറത്ത് നല്ല മഴയാണ്, ശബ്ദത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ആ പാഠത്ത് തന്നെ നെസ്സിൽ യോജിച്ചത് ചേർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി ഇതുപോലെ ബാക്കി പാഠങ്ങളുള്ള ഒരു റിവിഷൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.